നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യ റഷ്യ സുപ്രധാന ഉച്ചകോടിക്ക് സാധ്യത. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബർ 5-6 തീയതികളിൽ ഇന്ത്യ സന്ദർശിച്ചേക്കും. പുടിൻ്റേത് യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. അമേരിക്കയിൽ സർക്കാർ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. സർക്കാർ ചെലവിനുള്ള ധനകാര്യ ബിൽ പാസാക്കിയില്ല. 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാത്ത നിർബന്ധിത അവധിയിലേക്ക്. UAE-യിൽ എത്തിഹാദ് റെയിൽ അടുത്ത വർഷം മുതലെന്ന് അധികൃതർ. പ്രഖ്യാപനം ആഗോള റെയിൽ സമ്മേളനത്തിൽ. സർവീസ് നടത്തുന്നത് UAE-യിലെ 11 പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട്. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിപ്പിച്ച് GCC റെയിൽ നെറ്റ്വർക്കും ഉടൻ യാഥാർത്ഥ്യമാക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വഴിത്തിരിവ്. 2019 അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ എത്തിച്ചതായി വിജിലൻസ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ദുരൂഹതയെന്ന് മന്ത്രി VN വാസവൻ. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. നൂറിൻ്റെ നിറവിൽ RSS. ശതാബ്ദി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി. രാഷ്ട്ര നന്മയാണ് RSSന്റെ മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി. 2047 വികസിത രാജ്യമായി ഇന്ത്യ മാറുമെന്നും അതിന് പ്രധാന പങ്കുവഹിക്കുക RSS ആയിരിക്കുമെന്നും നരേന്ദ്രമോദി. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് വമ്പൻ പോരാട്ടം. നിലവിലെ ചാമ്പ്യൻ PSG-യും സ്പാനിഷ് ചാമ്പ്യന്മാരായ ബാഴ്സലോണയും ഏറ്റുമുട്ടും. മത്സരം 12:30. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ടെസ്റ്റിന് നാളെ തുടക്കം. മത്സരം അഹമ്മദാബാദിൽ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും. റഷ്യൻ പ്രസിഡന്റിന് എത്തുന്നത് പ്രധാനമായും ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായിട്ടാണ്. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, സഹകരണം എന്നിവയും സന്ദർശനത്തിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടും. ഈ വർഷം അവസാനം പ്രസിഡന്റ് പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിനായി മോസ്കോ തയ്യാറെടുക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തുടരുന്നതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത്. അമേരിക്കയിൽ സർക്കാർ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. സർക്കാർ ചെലവിനുള്ള ധനകാര്യ ബിൽ പാസാക്കിയില്ല. സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ടി വരും. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. 5 ലക്ഷത്തോളം പേരെ പ്രതിസന്ധി ബാധിക്കും. അതേസമയം ഇവരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവിന് ഫണ്ട് ഉറപ്പാക്കാനുള്ള താൽക്കാലിക ഫണ്ടിംഗ് ബിൽ സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലെ ഭിന്നത രൂക്ഷമായതാണ് പ്രതിസന്ധിക്ക് കാരണം. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്ക് കൂടിയുള്ള ഫണ്ടിംഗ് ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബില്ലിൽ ഇനി കൂട്ടിച്ചേർക്കലുകൾ സാധിക്കില്ല എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട്. ട്രംപിന്റെ കടുംപിടുത്തം രാജ്യത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും 5 ലക്ഷത്തോളം ജീവനക്കാർ ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിക്കേണ്ടിയും വന്നു. സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായി താൽക്കാലിക അവധിയിൽ പോകുന്നവരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആശുപത്രി സേവനങ്ങൾ, അതിർത്തി പെട്രോളിംഗ്, എയർ ട്രാഫിക് കൺട്രോൾ എന്നിങ്ങനെ അത്യാവശ്യ സേവന മേഖലകൾ ഒഴികെയുള്ള സർക്കാർ ഓഫീസുകളെല്ലാം പ്രതിസന്ധിയുടെ ഭാഗമായി അടച്ചുപൂട്ടി. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിന് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പിടിവാശി കാരണം 35 ദിവസം നീണ്ടുനിന്ന അടച്ചുപൂട്ടലാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത്. ഈ ചരിത്രം വ്യക്തമാക്കുന്നത് അടച്ചുപൂട്ടലുകൾ മിക്കപ്പോഴും ആരോഗ്യം, അതിർത്തി സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാട് അംഗീകരിപ്പിക്കാൻ ഒരു പാർട്ടി നടത്തുന്ന തന്ത്രമാണെന്നാണ്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ദോഷകരമാണ്. അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും അമേരിക്കയ്ക്ക് പുറത്തുള്ള പൗരന്മാരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുകയും ചെയ്യും. ആരോഗ്യ പരിരക്ഷാ വിഷയത്തിലെ ഈ പോരാട്ടം 2026 ഇടക്കാല തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിന്റെ ഇത്തവണത്തെ പണനയം. റിപ്പോ നിരക്ക് 5.5% തുടരും. GDP അനുമാനം 6.8% പരിഷ്കരിച്ചു. ചരക്ക് സേവന നികുതിയിലെ പരിഷ്കാരം പണപ്പെരുപ്പത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും ഉപഭോഗത്തെയും വളർച്ചയെയും ഉത്തേജിപ്പിക്കുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. Will help align our guidelines with international standards adapted to our national conditions
and priorities, and strengthen the capital adequacy framework for the banks and the all India financial institutions. ഫെബ്രുവരി മുതൽ തുടർച്ചയായി 1% കുറച്ച ശേഷം ഓഗസ്റ്റിലെ യോഗത്തിലാണ് റിപ്പോ 5.5% ബാങ്കുകൾക്ക് RBI വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയായ റിപ്പോ നിരക്ക് ഫെബ്രുവരിയിൽ 6.5% നിലവിലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതികൾ വിലയിരുത്തിയ ശേഷമാണ് നയപ്രഖ്യാപനം. രൂപയുടെ മൂല്യം ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടിയുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും രൂപയുടെ മൂല്യത്തെ സാരമായി ബാധിച്ചേക്കും എന്നുള്ള ഒരു ആശങ്ക വിപണിയിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിരക്ക് കുറയ്ക്കാതിരുന്നത്. അതിനിടെ സ്വർണ്ണവിലയിൽ ഇന്നും വർധനവുണ്ടായി. റെക്കോർഡ് വില വർധനവാണ് സ്വർണ്ണ വിപണിയിൽ കാണുന്നത്. സ്വർണ്ണവില പവന് 87,000 രൂപയായി. 10,875 രൂപയാണ് ഗ്രാമിന്റെ വില. അമേരിക്ക ഫെഡറൽ റിസർവുകളിൽ വരുത്തിയ മാറ്റം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും. 49 ലക്ഷം ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും ഗുണം ലഭിക്കും. 1085 കോടി രൂപ ഇതിനായി മാറ്റിവെച്ചു. ജനുവരി ആദ്യം 2% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിരുന്നു. 100ന്റെ നിറവിൽ RSS ശതാബ്ദി ചടങ്ങുകൾക്ക് ഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാഷ്ട്ര നന്മയാണ് RSSന്റെ മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത രാജ്യമായി ഇന്ത്യ മാറുമെന്നും അതിന് പ്രധാന പങ്കുവഹിക്കുക RSS ആയിരിക്കുമെന്നും മോദി പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും ചടങ്ങിൽ പുറത്തിറക്കി. 1925 രൂപീകൃതമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം 100ാം വാർഷികത്തിന്റെ നിറവിലാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ സന്നിഹിതരായി. പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് 100 രൂപയുടെ നാണയം. RSSന്റെ കീഴിൽ നിരവധി സംഘടനകൾ ഉണ്ടെങ്കിലും രാഷ്ട്രം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സംഘടനകൾക്കുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തി രൂപീകരണത്തെ പോലെ പ്രധാനമാണ് രാഷ്ട്ര രൂപീകരണവും. അതാണ് നിലവിൽ RSS ചെയ്യുന്നത്. രാജ്യമാണ് വലുതെന്നതാണ് RSSന്റെ നിലപാട്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ നിരവധി സംഘപ്രവർത്തകർക്ക് ജീവൻ നൽകേണ്ടി വന്നത്. വേദങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനാണ് RSS പഠിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. राष्ट्र चेतना समय समय पर उस युग की चुनौतियों का सामना करने के लिए नए नए अवतारों में प्रकट होती है. इस युग में संघ उसी अनादि राष्ट्र चेतना का पुण्य अवतार है. വിജയദശമി ദിനമായ നാളെ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംഘടനയുടെ ആസ്ഥാനമായ നാഗ്പൂരിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിപുലമായ പരിപാടികളാണ് നടക്കുക. നാളെ സ്വയം സേവകരുടെ പഥസഞ്ചലനം അടക്കം നടക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. RSS പഥസഞ്ചലനത്തിൽ ഗണവേഷത്തിൽ പങ്കെടുത്ത് മുൻ DGP ജേക്കബ് തോമസ്. എറണാകുളം കുമാരപുരത്ത് നടന്ന RSSന്റെ വിജയദശമി മഹോത്സവത്തിലാണ് ജേക്കബ് തോമസ് എത്തിയത്. കേരളത്തിൽ CPM നടത്തിയ വ്യാജ പ്രചരണങ്ങളാണ് RSSന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ കാരണമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. എറണാകുളം ജില്ലയിലെ കുമാരമംഗലത്ത് നടന്ന RSS പഥസഞ്ചലനത്തിലാണ് ഗണവേഷത്തിൽ മുൻ DGP ജേക്കബ് തോമസ് എത്തിയത്. സാംസ്കാരിക ശക്തിയില്ലാത്തവർ ബലഹീനരാണെന്നും സാംസ്കാരിക ശക്തിയുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുകയാണ് RSSന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശക്തി ആർജിക്കുക നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും എന്നുള്ളതാണ് RSSന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. കേരളത്തിൽ CPM അഴിച്ചുവിട്ട വ്യാജ പ്രചരണങ്ങൾ കാരണമാണ് RSSന് മോശം ഇമേജ് ഉണ്ടായതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാനൊരു സ്വയം സേവകമായിട്ട് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവുകൾ, എൻ്റെ ശക്തി, എൻ്റെ സമയം ഒക്കെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും.
എന്തുകൊണ്ടാണ് RSSന് ഒരു കോൺട്ര അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളത് എന്നുള്ളതിന് കുറേയധികം കാരണങ്ങളുണ്ട്. CPM അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്രമം നടത്തുമ്പോൾ അതിനു മുമ്പ് പ്രചരണവും നടത്തുമല്ലോ. ഒരു CPMൻ്റെ ഒരു പ്രചരണം ഉണ്ട്, RSS മോശമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് എല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു മുൻ DGPയുടെ മറുപടി. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് GST വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1100 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നും 200 കോടിയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നും VD സതീശൻ ആരോപിച്ചു. GST വകുപ്പിലെ ഉദ്യോഗസ്ഥർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുവെന്നും CBI അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോടികളുടെ തട്ടിപ്പ് നടന്നതായി രേഖകൾ നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്. 1100 കോടി രൂപയുടെ വ്യാജ രജിസ്ട്രേഷൻ നടന്നതിലൂടെ 200 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായി. പൂനെ GST ഇന്റലിജൻസ് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടും രജിസ്ട്രേഷൻ റദ്ദാക്കിയതിനപ്പുറം അന്വേഷണം നടത്താൻ തയ്യാറായില്ല എന്നും തട്ടിപ്പിന് സർക്കാർ കുടപിടിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. GST വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് തട്ടിപ്പ് നടക്കുന്നതെന്നും ഇപ്പോൾ പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ CBI അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. പൂനെയിലെ GST ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു. ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, ഏത് തട്ടിപ്പുകാരാണ്, ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും GST നടത്തിയിട്ടില്ല, നടത്താൻ പോലീസിനോടൊട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ്, ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. ഇത് വെറും നികുതി തട്ടിപ്പ് മാത്രമല്ല, ഡാറ്റാ മോഷണം കൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നിരന്തരം തട്ടിപ്പ് നടന്നിട്ടും മിണ്ടാതിരുന്ന GST ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നികുതി തട്ടിപ്പ് നടത്തുകയും ഡാറ്റാ മോഷണം നടത്തുകയും ചെയ്തിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർട്ടി കോൺഗ്രസിന് പിന്നാലെ CPI സംസ്ഥാന നേതൃഘടനയിലും സുപ്രധാന മാറ്റം. 11-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി രൂപീകരിച്ച് ത്രിതല സംവിധാനം ശക്തിപ്പെടുത്തുന്നു. സെക്രട്ടേറിയറ്റിന് പുറമെ 25-അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തു. ചന്ദ്രശേഖരന് പകരം സത്യൻ മൊകേരി അസിസ്റ്റന്റ് സെക്രട്ടറിയാകും. VS സുനിൽകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇടം നേടി. CPIക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംവിധാനം മുമ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സംസ്ഥാന കൗൺസിലും എക്സിക്യൂട്ടീവും മാത്രമായി ചുരുങ്ങിയിരുന്നു. എന്നാൽ കൗൺസിലും എക്സിക്യൂട്ടീവിനും പുറമെ സെക്രട്ടേറിയറ്റും രൂപീകരിച്ച് ത്രിതല സംവിധാനത്തിലാകും ഇനി സംസ്ഥാന നേതൃത്വം മുന്നോട്ടു പോകുക. ഇതനുസരിച്ച് 11-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റും 25-അംഗ എക്സിക്യൂട്ടീവും രൂപീകരിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ PP സുനീർ തുടരും. ചന്ദ്രശേഖരൻ ഒഴിഞ്ഞപ്പോൾ സത്യൻ മൊകേരി പകരം ചുമതലയേറ്റു. VS സുനിൽകുമാറും CN ചന്ദ്രനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചു. സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനിച്ചത് പാർട്ടി പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലവും സംഘടിതവും ദൈനംദിനം വഹിക്കേണ്ട പങ്ക് ഫലപ്രദമായി ചെയ്യാനും പര്യാപ്തമാകും വിധം സെക്രട്ടേറിയറ്റ് കൂടി പാർട്ടിക്ക് വേണമെന്നാണ്. ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ സംഭാഷണത്തിൽ ഉൾപ്പെട്ട KM ദിവാകരനെ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിനോയ് വിശ്വത്തിനു പുറമെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയാണ് 11-അംഗ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വഴിത്തിരിവ്. സ്വർണ്ണപ്പാളി ബംഗളൂരിൽ എത്തിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തി. ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് സ്വർണ്ണപ്പാളി എത്തിച്ചത്. ഈ ക്ഷേത്രത്തിലെ മുൻ ശാന്തിക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 സംഭവം. ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. വ്യവസായിയായ രമേശിനൊപ്പം ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി എത്തിച്ചത്. പൂജകൾ നടത്തിയ ശേഷം പാക്ക് ചെയ്ത് കൊണ്ടുപോയെന്നായിരുന്നു റിപ്പോർട്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് മന്ത്രി VN വാസവൻ. അയ്യപ്പ സംഗമം നടക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെയാണ് പീഡം വാർത്ത വന്നത്. ആസൂത്രിതമായ ദുരുദ്ദേശത്തോടെയുള്ള നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണെന്ന് VD സതീശൻ ചോദിച്ചു. വൻതോതിൽ തട്ടിപ്പ് നടന്നിട്ടും ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നടപടി സ്വീകരിച്ചില്ല എന്നും അദ്ദേഹം ആരോപിച്ചു.
സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ സമഗ്ര അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല എന്നും സർക്കാരും ദേവസ്വം ബോർഡും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ പ്രസിഡന്റ് പത്മകുമാറിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ മന്ത്രിക്കും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല എന്നും വി മുരളീധരൻ ആരോപിച്ചു. കുവൈറ്റിലെ ആരാധനാലയങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട ഈജിപ്ഷ്യൻ പൗരനെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു നിരോധിത സംഘടനയിലെ അംഗമാണ് ഇയാളെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സ്റ്റേറ്റ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പ്രതിയെ പിന്തുടർന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ താമസ സ്ഥലത്ത് നടത്തിയ റെയ്ഡിനിടെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും വസ്തുക്കളും അവ എങ്ങനെ തയ്യാറാക്കാമെന്നും വിന്യസിക്കാമെന്നുമുള്ള മാനുവലുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കുവൈറ്റിലെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സംവിധാനം വഴി ഡെബിറ്റ് കാർഡുകളോ ക്രെഡിറ്റ് കാർഡുകളോ ഉപയോഗിച്ച് ഗുണഭോക്താവിൽ നിന്നും സർവീസ് ചാർജോ അല്ലെങ്കിൽ കമ്മീഷനോ ഈടാക്കുന്നത് നിരോധിച്ചു. കുവൈറ്റ് സെൻട്രൽ ബാങ്കാണ് രാജ്യത്തെ എല്ലാ പ്രാദേശിക ബാങ്കുകൾക്കും ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സേവനദാതാക്കൾക്കും ഇ-മണി സേവനദാതാക്കൾക്കും ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഏത് പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ചുള്ള പണമിടപാടുകൾക്കും തീരുമാനം ബാധകമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സെൻട്രൽ ബാങ്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് നിർദ്ദേശം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ സേവനം താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. കുവൈറ്റിൽ പ്രമുഖ വിദേശ ബ്രാൻഡ് മദ്യങ്ങൾ വ്യാജമായി നിർമ്മിക്കുന്ന ഏഷ്യൻ വനിതയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ഖൈതാൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് വിഭാഗമാണ് ഇവരെ മഹബൂലയിലെ ഫ്ളാറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും വിതരണത്തിന് തയ്യാറായ വിവിധ വിദേശ ബ്രാൻഡുകളുടെ പേരിലുള്ള 300ഓളം മദ്യക്കുപ്പികളും നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തു. രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ഇവർ ഏത് രാജ്യക്കാരിയാണെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലെ പ്രധാന സ്ട്രീറ്റിനെ കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ സൗദി ഗ്രാൻഡ് മുഫ്തിയും ഉന്നത പണ്ഡിത സഭാ ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖിൻ്റെ പേരിടാൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നിർദ്ദേശിച്ചു. രാഷ്ട്രത്തിനും സമൂഹത്തിനും സേവനം നൽകുന്നതിൽ അദ്ദേഹം വഹിച്ച ശ്രദ്ധേയമായ സംഭാവനകളും കണക്കിലെടുത്താണ് റിയാദിലെ പ്രധാന തെരുവിന് അദ്ദേഹത്തിൻ്റെ പേരിടാൻ കിരീടാവകാശി നിർദ്ദേശിച്ചത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും അമൃത TVയുടെയും സഹകരണത്തോടെ പ്രവാസി സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ നടത്തുന്ന വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 2 രാവിലെ 7 മണി മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. 100-ലേറെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിലാണ് പ്രവാസി സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ ഒരുക്കുന്ന വിദ്യാരംഭം നടക്കുക. രാവിലെ 7 മണിക്ക് എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിക്കും. തിരുവനന്തപുരം സംസ്കൃത കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ K ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ആധ്യാത്മിക ആചാര്യൻ RV വെങ്കടേശ്വരൻ എന്നിവരാണ് മുഖ്യ ആചാര്യന്മാർ. ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകളെ ആശീർവദിക്കാനായി എത്തും. 100-ലേറെ കുഞ്ഞുങ്ങൾ അറിവിന്റെ ലോകത്തേക്ക് ചുവടുവെക്കാൻ ഹരിശ്രീ കുറിക്കാനായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമൃത TVയുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് FOI പ്രതിനിധി സുനിൽ പറഞ്ഞു. കൗൺസിലേറ്റുമായി സഹകരിച്ച് വർഷങ്ങളായി നടത്തുന്ന വിദ്യാരംഭമാണ് ഇപ്രാവശ്യം ഇന്ത്യൻ കൗൺസിലേറ്റിൽ വെച്ചാണ് നടത്തുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 100 കുട്ടികളെ ഓൾറെഡി ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. നാളെ രാവിലെ വരെ കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സേവനങ്ങൾ നൽകുന്ന ഫ്ലൈവേൾഡ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസ് ആണ് പരിപാടിയുടെ മുഖ്യ സ്പോൺസർ. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ റബീഉൽ അവൽ മാസത്തിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന് സ്വദേശികളും വിദേശികളും അടങ്ങുന്ന 25,492 പേരെ ജവാസത്ത് ഡയറക്ടറേറ്റിന് കീഴിലെ വിവിധ പ്രവിശ്യകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികൾ ശിക്ഷിച്ചു. തടവ്, പിഴ, നാടുകടത്തൽ എന്നിവയാണ് പ്രധാന ശിക്ഷകളെന്ന് ജവാസത്ത് അറിയിച്ചു. നിയമലംഘകർക്ക് ജോലി, താമസം, യാത്രാ സൗകര്യങ്ങൾ, മറ്റ് സഹായങ്ങൾ എന്നിവ നൽകരുതെന്ന് സ്വദേശികളോടും വിദേശികളോടും സ്ഥാപന ഉടമകളോടും ജവാസത്ത് ആവശ്യപ്പെട്ടു. UAEയിൽ എത്തിഹാദ് റെയിൽ അടുത്ത വർഷം മുതൽ ഓടിത്തുടങ്ങുമെന്ന് അധികൃതർ. 3 വിഭാഗത്തിലുള്ള ടിക്കറ്റുകളാകും എത്തിഹാദ് ട്രെയിനുകളിൽ ഉണ്ടാകുക. അബുദാബിയിൽ ആരംഭിച്ച ആഗോള റെയിൽ സമ്മേളനത്തിലായിരുന്നു സുപ്രധാന പ്രഖ്യാപനം. ഇക്കണോമി, ഫാമിലി, ഫസ്റ്റ് ക്ലാസ് എന്നിങ്ങനെയാണ് ട്രെയിനുകളിലെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. UAEയിലെ 11 പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാവും എത്തിഹാദ് ട്രെയിൻ സർവീസ് നടത്തുക. അബുദാബിയിൽ നിന്നും ദുബായിലെത്താൻ 57 മിനിറ്റ് മതിയാകും. അബുദാബി ഫുജിയറ യാത്രാ സമയം 105 മിനിറ്റ് മാത്രമായിരിക്കും. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധിച്ച് GCC റെയിൽ നെറ്റ്വർക്കും അധികം വൈകാതെ യാഥാർത്ഥ്യമാക്കും. 95ാമത് സൗദി ദേശീയ ദിനം റിയാദ് ടാക്കീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മലാസ് കിങ് അബ്ദുള്ള പാർക്കിന് സമീപം റിയാദ് ടാക്കീസ് പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. നൌഷാദ് ആലുവ,
ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. പ്രസിഡന്റ് ഷെഫീഖ് പാറയിൽ അധ്യക്ഷത വഹിച്ചു. ശിഹാബ് കൂട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. ഷൈജു പച്ച, നവാസ് ഒപ്പീസ്, സലാം പെരുമ്പാവൂർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അബുദാബി CSA ദേവാലയത്തിൽ CSA ദിനാഘോഷവും ഗായക സംഘ ഞായറും നടന്നു. ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാൻ്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ദൈവവുമായുള്ള ബന്ധവും ഗാനങ്ങൾ പോലെ ശ്രുതിമധുരമാകണമെന്ന് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. എമിറേറ്റ്സ് വിമാനങ്ങളിലെ പവർ ബാങ്ക് നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നു. എമിറേറ്റ്സ് യാത്രക്കാർക്ക് ഹാൻഡ് ബാഗേജിൽ ഒരു പവർ ബാങ്ക് മാത്രം കരുതാനേ ഇനി മുതൽ അനുമതിയുള്ളൂ. മണിക്കൂറിൽ 100 വാട്ടിൽ താഴെ ശേഷിയുള്ള പവർ ബാങ്ക് ആയിരിക്കണമെന്നും നിർബന്ധമുണ്ട്. എന്നാൽ വിമാനത്തിനുള്ളിൽ പവർ ബാങ്ക് ഉപയോഗിച്ച് മൊബൈൽ ഉൾപ്പെടെയുള്ളവ ചാർജ് ചെയ്യാൻ പാടില്ല. സീറ്റിനരികെയുള്ള പവർ സോക്കറ്റിൽ നിന്നും പവർ ബാങ്കുകൾ ചാർജ് ചെയ്യാനും പാടില്ല. യാത്രയ്ക്ക് മുമ്പ് മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവയിൽ മതിയായ ചാർജ് ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചു. കരൂർ സംഭവത്തിന് പിന്നാലെ വിജയിയുടെ സംസ്ഥാന പര്യടനം തൽക്കാലം മാറ്റിവെച്ചു. പരിപാടിയുടെ മുഴുവൻ വീഡിയോ ഫൂട്ടേജുകളും ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് TVK നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേസമയം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ TVK പ്രവർത്തകരെ തുടരുതെന്നും താൻ വീട്ടിലോ ഓഫീസിലോ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ പ്രതികരണവുമായി വിജയ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. പൊതുയോഗങ്ങൾ മാറ്റിയെന്നാണ് TVK സെക്രട്ടേറിയറ്റിന്റെ അറിയിപ്പ്. തൽക്കാലത്തേക്കാണ് പരിപാടികൾ മാറ്റിവച്ചിരിക്കുന്നത്. അതേസമയം കരൂരിലെ പരിപാടിയുടെ മുഴുവൻ വീഡിയോ ഫൂട്ടേജുകളും ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് TVK നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു. ഇതിനിടയിൽ ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിച്ച ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടില്ല എന്ന TVK അധ്യക്ഷൻ വിജയ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി രംഗത്ത് വന്നു. എത്രയും വേഗം സത്യം പുറത്തുവരും, രാഷ്ട്രീയം തുടരും, ഉടൻ എല്ലാവരെയും കാണുമെന്നും വിജയ് പറയുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് കരൂരിൽ തുടരാത്തതെന്നും വിജയ് വീഡിയോയിൽ പറയുന്നു. അതേസമയം കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ TVK പ്രവർത്തകരെ തുടരുതെന്നും താൻ വീട്ടിലോ ഓഫീസിലോ ഉണ്ടാകുമെന്നും വിജയ് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോയിലൂടെയാണ് വിജയുടെ പ്രതികരണം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വെല്ലുവിളിച്ചാണ് വീഡിയോ അവസാനിപ്പിച്ചത്. തന്റെ രാഷ്ട്രീയ യാത്ര തുടരുമെന്നും കരൂർ ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും TVK ആവർത്തിക്കുന്നു. അതേസമയം വിജയുടെ വീഡിയോയ്ക്ക് ശേഷം DMK നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തി. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം വിജയിക്കായിരുന്നുവെന്നും ഒരു നേതാവ് എങ്ങനെയാകരുത് എന്നത് കരൂർ ദുരന്തം തെളിയിച്ചെന്നും DMK ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കായിക വാർത്തകൾ നോക്കാം. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് വമ്പൻ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ PSGയും സ്പാനിഷ് ചാമ്പ്യന്മാരായ ബാഴ്സലോണയും അല്പസമയത്തിനകം ഏറ്റുമുട്ടും. മറ്റു മത്സരങ്ങളിൽ ആഴ്സണൽ ഒളിമ്പിയാക്കോസിനെയും വിയാറയൽ ഇവൻസിനെയും മൊണാക്കോ മാഞ്ചസ്റ്റർ സിറ്റിയെയും നേരിടും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ടെസ്റ്റിന് നാളെ അഹമ്മദാബാദിൽ തുടക്കം. 2 ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരം രാവിലെ 9:30 ആരംഭിക്കും. പിച്ചിൻ്റെ സ്വഭാവം കൂടി കണക്കാക്കിയായിരിക്കും അന്തിമ 11 ഇന്ത്യ തീരുമാനിക്കുക. അതേസമയം റോസ്റ്റൻ ചേസിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന വിൻഡീസ് ടീമിന് പരുക്ക് ഭീഷണിയാണ്. ഒക്ടോബർ 10 മുതൽ ഡൽഹിയിലാണ് 2ാം ടെസ്റ്റ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.